ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖക്കുരു ഉള്ളിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് കഴിക്കാവുന്നൊരു ടിപ്സാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ മുളപ്പിച്ച ഗോതമ്പ് എടുത്ത ശേഷം ആ ഗോതമ്പ് നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ മുഖക്കുരു വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അതായത് പിന്നെ കൂടുതലായിട്ട് അങ്ങനെ മുഖക്കുരു വരയുമില്ല. ഈ വന്ന മുഖക്കുരു നിശേഷം മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി വരാതിരിക്കാൻ വേണ്ടിയാണ് മുളപ്പിച്ച ഗോതമ്പ് നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 2-3 സ്പൂൺ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇനിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബദാമിൻ്റെ തോടെടുത്ത ശേഷം അതിനെ നല്ലതുപോലെ മക്ഷി പോലെ പാലൊഴിച്ച് അരച്ച ശേഷം ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുഖത്തുണ്ടാകുന്ന ഡൾനെസ്, അതുപോലെ തന്നെ സ്കാർസ്, ഇതെല്ലാം മാറി മുഖം നല്ല മൃദുലവും സുന്ദരമാകും. അതുപോലെ തന്നെ ഇനിയൊരു ടിപ്സ്, ആപ്പിളിൻ്റെ തൊലി എടുത്ത് നീക്കം ചെയ്തതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത്, പച്ച ആപ്പിളിൻ്റെ നീരെടുത്ത ശേഷം അത് മുഖത്തും കഴുത്തും കയ്യിലും എല്ലാം വിരലുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വിരലിലുള്ള ചുളിവുകൾ മാറി കൈ നല്ല സുന്ദരമായിട്ട് മാറുന്നതായിരിക്കും. ഇനിയൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതായത് മുരിങ്ങയുടെ തൊലി കൊണ്ടുള്ള ഒരു ടിപ്സാണ്. അതായത് മുരിങ്ങയിലെ തൊലി എടുത്ത ശേഷം അത് കഷായം വെച്ച് കുടിക്കുകയാണെങ്കിൽ മൂത്രത്തിൽ കല്ല് ശമിക്കും. അതിന് ഏറ്റവും നല്ലൊരു ടിപ്സാണിത്, മുരിങ്ങത്തൊലി. ഇനി നമുക്ക് സന്ധിവാതം, അതുപോലെ തന്നെ പിന്നെ ആമവാതം, ഇങ്ങനെയുള്ള വാദം വരുന്ന ആൾക്കാർക്ക് മുരിങ്ങയുടെ കുരുവിൽ നിന്നെടുക്കുന്ന തൈലം പുരട്ടുന്നത് വളരെ നല്ല റിസൾട്ടാണ്. അതായത് ആമവാദത്തിന്, പെരുമുട്ട് വാദത്തിനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഏത് വാദമായാലും ഈ ഒരു മുരിങ്ങയുടെ കുരുവിൽ നിന്നുള്ള നീര് എടുത്ത ശേഷം കുരുവിൻ്റെ നീര്, അല്ലെങ്കിൽ അത് ഉണക്കി പൊടിച്ചെടുക്കുക. കുരുവിൽ നിന്ന് നീര് കിട്ടാൻ വളരെ പച്ചയാണെങ്കിൽ നീര് കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഉണക്കി പൊടിച്ചെടുത്ത ശേഷം അത് ഉപയോഗിച്ച് തൈലം ഉണ്ടാക്കി നമ്മൾ തേക്കുകയാണെങ്കിൽ പെരുമുട്ട് വാദം എന്ന് പറയുന്ന ഒരു വാദത്തിന്, അതുപോലെ ആമവാദം, അതുപോലെ നമ്മുടെ ശരീരത്തിൽ എല്ലാ മനുഷ്യർക്കും ഒരു പ്രായം ചെല്ലുമ്പോഴത്തേക്കും വാദവും കഫം ഇങ്ങനെയുള്ള ദോഷങ്ങൾ, പിത്തദോഷങ്ങളെല്ലാം വരാറുണ്ട്. അപ്പോൾ അതിനെല്ലാം ബെസ്റ്റാണ് ഈ തൈലം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ മുരിങ്ങയില എടുത്തിട്ട ശേഷം 2-3 തണ്ട് മുരിങ്ങയിലിട്ട് വെള്ളം കുടിക്കുന്നത് BP എല്ലാം നിയന്ത്രിക്കാനും, അതുപോലെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ സൂപ്പ് പോലെ ആക്കി കഴിഞ്ഞ് ശരീരത്തിനുള്ള വൈറ്റമിൻ കിട്ടാനും വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു 2 തണ്ട് അതിലിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾ കൂട്ടുകാരെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.